ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഇൻട്രോ ഒന്നും പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ നമ്മൾ വണ്ടി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ബ്രേക്ക് എടുത്ത് ഒരു ഉള്ളിവട തയ്യാറാക്കാൻ പോകുമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഉള്ളിവട എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അത് നമ്മുടെ നാടൻ തട്ടുകടയിൽ കിട്ടുന്ന എക്സാക്ട് ടേസ്റ്റിൽ നമുക്ക് ഒരു ഉള്ളിവട വീട്ടിൽ നമുക്ക് തയ്യാറാക്കാൻ നോക്കാം. വളരെ എളുപ്പമാണ് നമുക്ക് ഉള്ളിവട തയ്യാറാക്കാനായിട്ട്. എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ അറിഞ്ഞുകൊണ്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ 4 മണി പലഹാരമായിട്ട് പടപടാന്ന് പറഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റിനകത്ത് തന്നെ നമുക്ക് ചൂട് മുരിഞ്ഞ ഉള്ളിവട നല്ല ചൂട് ചായ കണ്ട് കഴിച്ചാൽ സൂപ്പറായിരിക്കും, അടിപൊളിയായിരിക്കും. നമുക്ക് നാടൻ ടേസ്റ്റിൽ നമുക്ക് നാടൻ തട്ടുകടയിൽ കിട്ടുന്ന സെയിം എക്സാക്റ്റ് ഉള്ളിവട നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമുക്കതിൽ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമുക്ക് ഉള്ളിവട തയ്യാറാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സവാളയാണ് എടുത്തേക്കുന്നത്. നമുക്കൊരു 5-6 സവാള നമുക്ക് എടുത്താൽ നമുക്ക് വീട്ടിലേക്കൊരു 3 പേർക്ക് ആവശ്യത്തിനുള്ള ഉള്ളിവട നമ്മുടെ ചായക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിവട റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ഉള്ളി ഒന്ന് തോല് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സവാളയൊക്കെ തോലെടുത്തു. ഇത് നമുക്ക് രണ്ടായിട്ട് തന്നെ കട്ട് ചെയ്യണം. അങ്ങനല്ലേ, നമുക്ക് ഈ ഒരു സാധനം ഇതിലിങ്ങനെ വി ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇതിങ്ങനെ നമുക്ക് ഇപ്പോൾ ഇത് മാറ്റിയിടണം. നമുക്ക് എല്ലാത്തിൻ്റെയും ഇതേപോലെ ഇങ്ങനെ ഈ ഷേപ്പിന് കട്ട് ചെയ്താൽ ഈ സാധനം ഇങ്ങനെ പുറത്ത് പോരും. അത് വെച്ചിരുന്നാൽ നമ്മുടെ സവാള ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേനും ലെയറായിട്ട് വിട്ട് വരത്തില്ല. അതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ കട്ട് ചെയ്യുന്നത്. നമുക്ക് കണ്ണ് സവാള അരിയുമ്പോൾ എല്ലാവർക്കും ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ കണ്ണ് നീറുന്നു എന്നുള്ളതാണ് എല്ലാവരുടെയും മെയിൻ പ്രശ്നം. അപ്പോൾ നമ്മൾ തോലോടുകൂടെ റെഫ്രിജറേറ്ററിൽ ഒരു 15-20 മിനിറ്റ് സവാള വെക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിരിക്കും. നമ്മൾ ബിരിയാണിക്ക് അല്ലെങ്കിൽ ഈ ഉള്ളിവട അതിനൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ച് ഉള്ളി ഇച്ചിരി കൂടുതൽ വേണം. അപ്പോൾ നമ്മളൊരു 15-20 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതേപോലെ നമ്മൾ തോല് കളഞ്ഞ് കട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കരഞ്ഞാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ കരയേണ്ടി വരും. അപ്പോൾ നമുക്കിനി ഇതെല്ലാം കഴുകി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഇനി നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. കണ്ട് പീസായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു കൊടുക്കണം. അത് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ആ വി പോലത്തെ ഒരു സംഭവം കട്ട് ചെയ്തത്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ നാരായിട്ട് ഇങ്ങനെ സവാള ലെയർ ഇങ്ങനെ നമുക്കിങ്ങനെ ഇളക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് പച്ചമുളക് ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് എടുക്കണം. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട്. അവിടെ മമ്മിക്കൊക്കെ മുളക് ഇഷ്ടമാണ്, അപ്പോൾ അവർ കഴിക്കുകയൊക്കെ ചെയ്യും. നമ്മുടെ വീട്ടിൽ കുഞ്ഞു പിള്ളേർ ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 3 മുളക് വരെ എടുക്കാം. ഞാനിപ്പോൾ 3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നീക്കി വെക്കാം. ഇനി നമുക്ക് വേണ്ട ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചിടുന്നതിനെ കഴിഞ്ഞും പൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് കുറച്ചും കൂടെ എളുപ്പമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നൈഫ് വെച്ച് ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുന്നതാണ് കുറച്ചും കൂടെ ഈസി. അതാണ് ടേസ്റ്റും അതാണ്. കുഞ്ഞായിട്ട് കട്ട് ചെയ്യുമ്പോഴത്തേനും ആ എണ്ണയിൽ കിടന്നിങ്ങനെ മൂത്ത് വരുമ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് ഇടയ്ക്ക് കടിക്കുമ്പോൾ ആ ഇഞ്ചിയുടെ ഫ്ലേവറും ആ ഇഞ്ചിയുടെ ചെറിയ എരിയൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഉള്ളിവടയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ കുഞ്ഞു പീസായിട്ട് കത്തി വെച്ച് ചോപ്പ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. നമ്മുടെ ഉള്ളി നല്ല രീതിയിലൊന്ന് ഇങ്ങനെ എന്താ പറയുക തിരുമ്മി കൊടുക്കണം. അപ്പോൾ ഉള്ളി തിരുമ്പുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളി നല്ല രീതിയിൽ ഉടഞ്ഞിട്ട് അതിങ്ങനെ ഓരോ നാരായിട്ട് വരും. അത് മാത്രമല്ല നല്ല ഉടയ്ക്കുമ്പോഴത്തേനും ആ ഉള്ളിയുടെ നീര് കംപ്ലീറ്റ് പുറത്തിറങ്ങും. കാരണം ഞാൻ ഉപ്പിട്ടിട്ട് നമ്മൾ തിരുമ്പുന്നത്, അപ്പോൾ നീരൊക്കെ നല്ല രീതിയിൽ പുറത്ത് വന്നിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ തിരുമ്മി ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കണം. ഒരു 10 മിനിറ്റോളം അടച്ച് വെക്കണം. അപ്പോഴത്തേക്കും നല്ല നീരൊക്കെ ഒന്ന് സെറ്റായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാണ് നമ്മൾ ഉള്ളിയിൽ നിന്ന് നീരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് കണ്ടോ, നീരാണ് ഉള്ളിൽ നിന്ന് നമുക്ക് നീരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്.
നമ്മുടെ പച്ചമുളക്, പിന്നെ നമ്മുടെ ഇഞ്ചി. നമ്മൾ ഇഞ്ചിയും പച്ചമുളകിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്പൂൺ വെച്ച് ചെയ്യുന്നതിനെ കഴിഞ്ഞും കൈ വെച്ച് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കൈയൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ അത് നമ്മുടെ കറിവേപ്പില. നമ്മളത് കറിവേപ്പില ഇടുമ്പോൾ നല്ല അങ്ങനെ മുരിഞ്ഞ് വരുമ്പോഴത്തേനും നല്ല മണമായിരിക്കും. അപ്പോൾ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക. മതി, നമുക്ക് കുറച്ച് മുളക് പൊടി മതി. നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫുഡ് കളറിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ എന്താ പറയുക, കാശ്മീരി ചില്ലി തന്നെ അധികം മതി, ധാരാളം മതിയാവും. അപ്പം നമ്മളല്ലെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലിയും ചേർത്ത് നമ്മുടെ അല്ലാത്ത മുളക് പൊടി വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ചിലരത് ഗരം മസാലയൊക്കെ ചേർക്കും. ഞാനിപ്പോൾ എന്തായാലും അതൊന്നും ചേർക്കുന്നില്ല. നമുക്ക് നമ്മൾ കുറച്ചുകൂടെ മാവ് ചേർത്ത് കൊടുക്കുക. അത് കാരണം മാവിൻ്റെ ടേസ്റ്റ് അല്ലേ നമുക്കിതിന് അധികം നിൽക്കേണ്ടത്, നമ്മുടെ ഉള്ളിയുടെ ടേസ്റ്റാണ് നമുക്കിതിനകത്ത് ഇങ്ങനെ കയറി നിൽക്കേണ്ടത്. അപ്പം മാവ് ഒരുപാടായാൽ അത് ശരിയായി വരത്തില്ല. സവാളയിൽ നീര് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് കൂടുതൽ മാവ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സ്പൂണൊന്നും വെച്ച് കുഴച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കയറി ഇങ്ങനെ കുഴക്കുന്ന സുഖം. അപ്പോൾ നമ്മൾ സംഭവം എല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് ഇങ്ങനെ ഒന്ന് ഉരുള പിടിച്ച് നോക്കണം. അപ്പോൾ ഇപ്പോഴും നമ്മുടെ എൻ്റെ കയ്യിൽ മൊത്തം മാവ് നനഞ്ഞിരിക്കുന്നതുകൊണ്ട് അതിങ്ങനെ കറക്റ്റ് ഉണ്ടോ, അപ്പോൾ എന്നാലും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൈ ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഉണ്ട പിടിച്ച് നോക്കാം. അപ്പോൾ നമുക്കൊരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെക്കാം. നമുക്ക് എണ്ണ ഒന്ന് ചൂടാവാൻ 2-3 മിനിറ്റ് എടുക്കും. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കൈ ഒന്ന് നനയ്ക്കുക. കൈ ഒന്ന് നനച്ചിട്ട് നമ്മൾ കുഴച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഉള്ളിയും മാവൊക്കെ നമ്മുടെ ഉള്ളി വടയുടെ കൂട്ട് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഉരുള പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. നമ്മൾ കയ്യിൽ വെച്ച് ചെയ്താൽ മതി. അത് നമ്മളെ ചൂട് എണ്ണയിൽ ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ എടുക്കുക. ജസ്റ്റ് ഇങ്ങനെ റോളാക്കി എടുക്കുക. നമ്മളെ ഫിംഗേഴ്സ് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചൂട് എണ്ണയിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ മുരിയുന്നൊരു സൗണ്ട് ഇങ്ങനെ എന്ന് കേൾക്കാൻ പറ്റത്തില്ല. അത് കേൾക്കുന്നതിന് വല്ലാത്തൊരു കുളിരാണ്. നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മൾ 3 ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് വീട്ടിലുള്ള പാൻ്റെ സൈസ് പോലെ ഇരിക്കും. നമുക്ക് വലുതും ചെറുതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ ഒരു മണം വരും. ഇങ്ങനെ ഉള്ളിയുടെ മൂത്ത ഒരു മണമില്ല, അത് നല്ല ഫ്ലേവറായിട്ടുള്ളൊരു മണമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കണം. അറിയാമല്ലോ എല്ലാവർക്കും ഉള്ളിവടയുടെ ഒരു പാകം അറിയാം. അപ്പോൾ ആ ഒരു പരുവം വരുന്നവരെ ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് മുരിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോഴത്തേനും ഇപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് മുരിഞ്ഞ് വരും. നല്ല രീതിയിൽ മുരിഞ്ഞ് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും നമുക്ക് പ്ലേറ്റിലേക്ക് കോരി മാറ്റും. ഒരു ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും ഇട്ട് എടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് ആ ഓയിലൊക്കെ വലിച്ചെടുക്കും. നമ്മൾ ഓയിലൊക്കെ അധികം കടിക്കുന്നത് നല്ലതല്ല, പ്രത്യേകിച്ച് ഓയിലി ഫുഡ് നല്ലതല്ല. എന്നിരുന്നാലും ഉള്ളിവടയൊക്കെ കൊതി ആയതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ഒരു ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ട് കോരിതാണ്. ഇപ്പം നമ്മുടെ ഉള്ളിവട കറക്റ്റായിട്ടുണ്ട്. ഒരു പ്ലേറ്റിൽ മാറ്റിയിട്ട് ടിഷ്യൂ പേപ്പർ ഇട്ട് നമുക്ക് 2 സെക്കൻഡ് വെക്കുമ്പോഴത്തേനും കറക്റ്റ് അതിൻ്റെ ഓയിലൊക്കെ പിടിച്ചിരിക്കും. നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഫുൾ ഓയിൽ ഡ്രെയിൻ ചെയ്തിട്ട് എടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് വറുത്തെടുക്കണം. ഈ കുറച്ച് മാവ് നിങ്ങൾ കണ്ടല്ലോ, കുറച്ച് ഉള്ളി അധികം ഉള്ളതുകൊണ്ട് നമുക്കതൊക്കെ ബാക്കിയെല്ലാം വറുത്തെടുക്കാം. അപ്പോൾ ആ എണ്ണയിൽ തന്നെ ലാസ്റ്റ് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കറിവേപ്പില ഒന്ന് പൊട്ടിച്ച് കറിവേപ്പില ഒന്ന് മറിച്ച് കൊടുക്കുക. എല്ലാം കൂടെ അങ്ങനെ ഒന്ന് കോരിയെടുക്കാം. നമ്മുടെ എന്താ പറയുക, കണ്ടോ, നമ്മുടെ ഉള്ളിവടയുടെ പുറത്ത് ഇട്ട് കൊടുക്കുക. അടിപൊളിയായിരിക്കും നമുക്ക് കഴിക്കാനായിട്ട്. മുരിഞ്ഞ ഉള്ളിയുടെ വടയും കറിവേപ്പിലയൊക്കെ ആകുമ്പോൾ നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതിന് മുന്നേ നമ്മുടെ എന്താ പറയുക, ഇതിൻ്റെ കോമ്പിനേഷൻ സാധനം നമ്മുടെ ചായ, നല്ല ചൂട് ചായ കേട്ടോ, നമ്മളെ അടിപൊളി ചായ ആയിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഉള്ളിവട ഒന്ന് കഴിച്ചു നോക്കാം. അത് മുറിഞ്ഞ ഉള്ളിവട ഉണ്ടോ, നമ്മൾ ചൂട് ചായയും കൂടെ.
അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഉള്ളിവട ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. വൈകുന്നേരത്ത് ചായയുടെ കഴിക്കാൻ അടിപൊളിയായിരിക്കും. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.